നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മട്ടർ പനീറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ മട്ടർ പനീർ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവാനെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. എങ്കിൽ മാത്രമേ ഇതാരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് നന്നായി ചൂടായപ്പോൾ അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 5-6 കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം ഏകദേശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ രുചിക്ക് ആവശ്യത്തിന് വേണ്ടിയ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരല്പം മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. എല്ലാം ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച ശേഷം അടപ്പ് തുറക്കുന്നു. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് അരച്ച് എടുക്കുക. എന്നിട്ട് ആ കടായിൽ തന്നെ ഒരല്പം എണ്ണയും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്ക കഷ്ണവും കൂടി ഇട്ട് ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. അരപ്പെല്ലാം ചേർത്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരല്പസമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നു. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഞാനപ്പോൾ നേരത്തെ തന്നെ കുറച്ച് ഗ്രീൻ പീസും പനീറും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഈ തിളച്ച കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഒന്നുകൂടി തിളയ്ക്കാൻ അനുവദിക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മട്ടർ പനീർ കറി തയ്യാറായി കഴിയും. ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. പക്ഷെ ഇത്രൂടെ ഒരു രുചി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മിൽക്ക് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമൂലിൻ്റെ ഒക്കെ പാക്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു 2 സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതുകൂടി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മട്ടർ പനീർ കറി തയ്യാറായി കഴിയും. അപ്പം ഇപ്പം ഏകദേശം നന്നായിട്ട് വറ്റി എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവാന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.